നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയും എത്തിയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ. ഇന്നലെ വരെ കോൺഗ്രസ് എന്ന് ജപിച്ചു നടന്ന പത്മജയ്ക്കിപ്പോൾ ദൈവം നരേന്ദ്രമോദിയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയെ തന്നെ നാണം കെടുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പത്മജ പറയുന്നതൊന്ന് കേട്ടുനോക്കാം. കോൺഗ്രസ് ആണ് തന്നെ BJP ആക്കിയതെന്നും മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നതെന്നുമാണ് പത്മജ പറയുന്നത്. ഒരു പാർട്ടിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ലീഡാണ്. ഞാൻ മോദിയിൽ കണ്ടത് നല്ലൊരു നേതൃത്വമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ പാർട്ടിയുമായി അകന്നിരിക്കുകയായിരുന്നു. എന്നെ തോൽപ്പിച്ചത് ആരൊക്കെയാണെന്ന് നന്നായിട്ടറിയാം. പരാതി നൽകിയിട്ട് പോലും പാർട്ടി എനിക്ക് യാതൊരു പരിഗണനയും നൽകിയില്ല. ഞാൻ ആർക്കെതിരെയാണോ പരാതി നൽകിയത് അവരെ തന്നെ എൻ്റെ പല സ്ഥാനങ്ങളിലും നിയമിച്ചു. എല്ലാം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് പ്രചരണങ്ങളിലേക്ക് ഒന്നും ഇറങ്ങിയിരുന്നില്ല. ഞാൻ ഒരിക്കലും ചതിയല്ല കാണിച്ചത്. കോൺഗ്രസിലുള്ളവർ എന്നെ BJP ആക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പോകുമ്പോൾ പോലും എനിക്ക് ആരോടും പരാതിയില്ല. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിൽ യാതൊരു പരാതിയുമില്ല. എൻ്റെ പിതാവ് എത്ര വിഷമത്തോടെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോയതെന്ന് ആർക്കും അറിയില്ല. അത് പറയാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. കെ മുരളീധരൻ എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. അദ്ദേഹം തന്നെ പിന്നീട് ഇത് തിരുത്തിക്കൊള്ളുമെന്നും പത്മജ എടുത്തു പറഞ്ഞു. അതേസമയം പിതാവ് കെ കരുണാകരൻ ഒരു കാലത്ത് ഏറ്റവും എതിർത്തിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയായിരുന്നു. അവരുമായി പോലും കൈകൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. അത് പാർട്ടിയിൽ നിന്ന് നേരിട്ട അവഗണന കൊണ്ടാണ്. പാർട്ടിയിലുള്ളവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർക്കത് പറയാനുള്ള അവകാശവുമുണ്ട്. ഞാൻ പാർട്ടിയിൽ വന്ന കാലം മുതൽ അവഗണന നേരിടുന്നുണ്ട്. അന്നൊന്നും കെ മുരളീധരനെ കണ്ടിട്ടില്ല. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു താല്പര്യവും കാണിക്കാത്തയാളാണ് മുരളീധരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകേണ്ട കാര്യവുമില്ല. പത്മജിക്ക് എല്ലാം തന്നു എന്ന് പറയുന്നത് തെറ്റാണ്. എന്നെ സീറ്റ് തന്ന് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ആരൊക്കെ തോൽപ്പിച്ചുവെന്ന് അക്കമിട്ട് നിരത്തി പാർട്ടിയെ അറിയിച്ചതാണ്. മാർക്സിസ്റ്റുകാരും BJPക്കാരുമല്ല എന്നെ തോൽപ്പിച്ചത്. ആ മണ്ഡലത്തിൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. കെ മുരളീധരൻ ഇന്ന് എന്നോട് പറഞ്ഞതെല്ലാം തിരിച്ചു പറയുന്ന ഒരു കാലം വരുമെന്നും പത്മജ തുറന്നടിച്ചു. ഏതായാലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണവർ. ഇനി കോൺഗ്രസിലേക്കില്ല എന്ന് അന്തിമ തീരുമാനമായിട്ടാണ് പത്മജിയുടെ എല്ലാ പ്രതികരണവും. അതേസമയം BJP നേതാവ് കെ സുരേന്ദ്രൻ ചില പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. നേതാവ് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. വളരെ ശക്തമായിട്ട് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങുന്നുവെന്നാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. ധാരാളം ആളുകൾ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും BJPയിൽ ചേരുകയാണ്. കേരളത്തിലും നിരവധി ആളുകൾ BJPയിലേക്ക് വരുന്നു. നേരത്തെ AK ആന്റണിയുടെ മകൻ തന്നെ BJPയിൽ ചേർന്നു. ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിൽ തീരുമാനമെടുക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൽ BJP പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു, കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചിരിക്കുന്നുവെന്നതാണ്. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും. യഥാർത്ഥത്തിൽ ഇവിടെ CPMന്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി BJPയും NDAയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നതിന്റെ സൂചനയാണിത്. ഇത് തുടക്കം മാത്രമാണ്. ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ BJPയിലേക്ക് വരാനുള്ളവരായതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം BJPക്കും നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണെന്നുമാണ് സുരേന്ദ്രന്റെ പ്രതികരണം. പക്ഷേ സുരേന്ദ്രനും സംഘവും പ്രതീക്ഷിക്കുന്നത് പോലെ ഇവിടെ ഒരു കാവിക്കൊടിയും പറക്കാൻ പോകുന്നില്ല. എന്തിന് ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് BJPക്ക് കിട്ടില്ലെന്നതും പകൽ പോലെ സത്യമാണ്. ഇതുവരെയുള്ള സാഹചര്യങ്ങളും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് BJP കേരളം എന്ന മോഹം മറക്കുന്നതായിരിക്കും ബുദ്ധി.